CPMന്റെ തലപ്പത്തിരിക്കുന്നവർ ചെറിയ പുള്ളികളല്ല, കോടിക്കണക്കിന് ആസ്തിയുള്ള ബിസിനസ്സുകാരാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും LDF കൺവീനർ EP ജയരാജനും CPM എന്ന പാർട്ടിയെ കച്ചവടത്തിന് വേണ്ടി പരമാവധി ഉപയോഗിച്ചതിൻ്റെ തെളിവുകൾ ഇതാ ഇങ്ങനെ പുറത്തു വരികയാണ്. ഇവരുടെ തട്ടിപ്പ് മുഴുവൻ പാർട്ടിക്കാരോടാണ് നടത്തിയിരിക്കുന്നത്. തൊഴിലാളി വർഗത്തിൻ്റെ വിയർപ്പുകൾ വിറ്റ് കാശാക്കിയ ഈ കമ്മ്യൂണിസ്റ്റ് മുതലാളിമാർ വഞ്ചിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടിയുടെ പാവം പ്രവർത്തകരെയാണ്. പിണറായിയും ജയരാജനും നടത്തിയ തട്ടിപ്പിനുമുണ്ട് ഒരു സാമ്യത. രണ്ടുപേരും ഭാര്യയുടെ പെൻഷൻ എടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങിയത് എന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ ബംഗളൂരിൽ ആരംഭിച്ച IT കമ്പനിയായ എക്സാലോജിക്കും LDF കൺവീനർ EP ജയരാജൻ്റെ ഭാര്യയ്ക്കും മകനും പങ്കാളിത്തമുള്ള കണ്ണൂരിലെ മൊറാഴയിലെ റിസോർട്ടായ വൈദേകവും ഇതേ രീതിയിലാണ് ആരംഭിച്ചത്. ഭാര്യമാർ വിരമിച്ചപ്പോൾ ലഭിച്ച പണമാണ് ഈ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചതാണ് എന്നാണ് ഇരു നേതാക്കളും ഒരു ലജ്ജയുമില്ലാതെ പറഞ്ഞത്. ശുദ്ധ തട്ടിപ്പാണെന്ന് ഏത് കുഞ്ഞിനും അറിയാം. കാരണം ഒരാൾക്ക് കിട്ടുന്ന പെൻഷൻ തുകയും ആ നടത്തുന്ന കമ്പനിയും എത്രത്തോളം ഉണ്ട് എന്ന് ഒന്ന് താരതമ്യം ചെയ്താൽ മതി. കമ്മ്യൂണിസ്റ്റ് മുതലാളിമാരുടെ ഈ പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെയും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും CPM BJP കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി അത് ഒതുക്കി തീർക്കുകയായിരുന്നു. വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ച് 2021 തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് കൃത്യമായ വിവരം ലഭിച്ചിട്ടും അന്വേഷണവും നടപടിയും ഉണ്ടായില്ല എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അത് ശരിയുമാണ്. പക്ഷേ തട്ടിപ്പ് എത്ര മൂടി വച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം അത് പുറത്തു വരും. അന്ന് സഹായിക്കാൻ ഈ BJP കൂട്ടുകെട്ടിനൊന്നും കഴിഞ്ഞെന്ന് വരില്ല. അത്രയ്ക്കും വലിയ ചതിയാണ് ഈ രണ്ട് നേതാക്കൾ പ്രവർത്തകരോട് ചെയ്തിരിക്കുന്നത്. അതായത് CPM നേതാക്കളുടെയും ഉറ്റവരുടെയും സ്വത്ത് വിവരങ്ങളും സംരംഭങ്ങളും പാർട്ടിയെ അറിയിച്ചിരിക്കണമെന്നതാണ് പാർട്ടിയുടെ ഒരു മാർഗരേഖയും അവരുടെ തത്വവും. എന്നാൽ പിണറായിയോ ജയരാജനോ അവർ തുടങ്ങിയ കോടിയുടെ ഈ ബിസിനസ്സുകളും സംരംഭങ്ങളും സംബന്ധിച്ച് പാർട്ടിക്ക് ഒരു വിശദാംശങ്ങളും നൽകിയിട്ടില്ല എന്നതാണ് സത്യം. പിണറായി മുതലാളിക്കും EP മുതലാളിക്കും വേണ്ടി CPMന്റെ മാർഗരേഖ തന്നെ വഴിമാറിയിരിക്കുന്നു എന്നതാണ് സത്യം. വീണ വിജയൻ AKG സെന്റർ മേൽവിലാസമാക്കി ബംഗളൂരുവിൽ കമ്പനി രജിസ്റ്റർ ചെയ്തത് എങ്ങനെയെന്ന ചോദ്യത്തിനും അവർക്കുത്തരമില്ല. പിണറായി വിജയനുമായും EP ജയരാജനുമായും ബന്ധപ്പെട്ട് ബിസിനസ് ആരോപണങ്ങൾ ഉയരുന്നത് ഇതാദ്യമായിട്ടല്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് വിദേശത്ത് വൻ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടെന്നും അത് ഇത്രത്തോളം ഉണ്ടെന്നും അതിൽ സ്വർണ്ണക്കടത്തും ലോളർ കടത്തും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും, അതുപോലെ EP ജയരാജൻ്റെ മകൻ ജെയ്സണ് UAE റാസൽ ഖൈമയിൽ ഇന്ധന റിഫൈനറി ഉണ്ടെന്നും പറഞ്ഞതും തെളിവുകൾ നിരത്തിയതും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷാണ്. തെളിവുകളെല്ലാം കയ്യിലുണ്ടെന്ന് സ്വപ്ന പറഞ്ഞിട്ടും അത് നിഷേധിക്കാനോ നിയമ നടപടിക്കോ ഇരു നേതാക്കളും തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അന്വേഷണവും പോയിട്ടില്ല ആ നിലയിലേക്ക്. ഇത് കള്ള ബിസിനസ്സുകളും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപവും ഈ CPM മുതലാളിമാർക്കുണ്ട് എന്നതിൻ്റെ വലിയ തെളിവാണ്. പിണറായിയും മകളും കക്കുമ്പോൾ അതിന് കുടപിടിക്കാൻ ജയരാജനും ഇനി EP ജയരാജൻ്റെ ബിസിനസ്സിന് പിന്തുണ നൽകാൻ പിണറായിയും നിൽക്കുന്നത് തന്നെ CPMനെ ഉപയോഗിച്ച് കോടികൾ കൊയ്യാനുള്ള തന്ത്രം മാത്രമാണ്. അവർക്ക് ആ പാർട്ടിയോടൊരു ആത്മാർത്ഥതയൊന്നുമില്ല. അവർക്കിപ്പോൾ ലോകസഭയിൽ BJP ജയിച്ചാലാണ് നല്ലത്. ഏതായാലും CPM നേതാക്കളുടെ ഉറ്റവരുടെ പെൻഷൻ സംരംഭങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലും ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുകയാണ് വലിയ രീതിയിൽ. എപ്പോഴും ഇതായിരിക്കില്ല സ്ഥിതി. ഇന്നല്ലെങ്കിൽ നാളെ അനധിവിദൂര ഭാവിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് മുതലാളിമാർ പൊതു ഇടങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുമെന്നത് തീർച്ചയാണ്.